ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ഡ്രിങ്കുമായിട്ടാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. നമുക്ക് ആ ഡ്രിങ്ക് എന്താണെന്ന് ആദ്യം പരിചയപ്പെടാം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഹിബിസ്കസ് ടീ എന്നുള്ള ഡ്രിങ്കാണ്. അതിൻ്റെ മേക്കിംഗ് വീഡിയോയിലോട്ട് ഇനി നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ ആദ്യം ഇവിടെ പരിചയപ്പെടുത്താം. നമുക്ക് വേണ്ടതെന്ന് ഒരു 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതായത് 2 പേർക്കുള്ള ടീക്കുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് 2 കപ്പ് വെള്ളം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയുടെ ഇതളുകളാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ നാരങ്ങ, പിന്നെ കുറച്ച് പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവസാനം സെർവ് ചെയ്യാനായിട്ട് 2 കപ്പാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇൻഡക്ഷനിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിക്കണം. അപ്പോൾ വെള്ളം ഇൻഡക്ഷനിൽ വെച്ചിരിക്കുകയാണ്, തിളപ്പിച്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിഥികളൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടീ ആണിത്. നമ്മൾ അധികം വെളിയിലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ തൊടിയിലൊക്കെ ഇറങ്ങിയാൽ നമുക്ക് ഒരുപാട് ചെമ്പരത്തിയൊക്കെ കാണാൻ പറ്റും, ചെമ്പരത്തിയൊക്കെ കിട്ടും. നമുക്ക് ചെറിയൊരു നാരങ്ങ നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ്. കാരണം ചൂട് സമയമുണ്ട്, എല്ലാവരും ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കുന്ന സമയമുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പഞ്ചാര നമ്മുടെ ഉള്ളതുപോലെ തന്നെ. ലോക്ക്ഡൗൺ കാലത്ത് എന്തുകൊണ്ടും ചെയ്യാവുന്ന വളരെ നല്ലൊരു ഡ്രിങ്കാണിത്. എപ്പോഴും വേണോ ചെയ്യാം നമുക്ക്. അതായത് പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കട്ടൻ ചായ കുടിച്ച് മടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണിത്. പിന്നെ നമുക്ക് ഏറ്റവും അവസാനം ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 നുള്ള് തുളസി ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മളെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 കഷ്ണം ഇഞ്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ടതിന് ശേഷം വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഈ ഇൻഡക്ഷൻ അങ്ങ് ഓഫ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വയ്ക്കുക. ഈ പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് പതുക്കെ ഈ ചെമ്പരത്തി ഇതിലുള്ള മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. നല്ലൊരു ചുമന്ന കളർ ഇതിന് മൊത്തം ഇറങ്ങി. ജസ്റ്റ് കളറൊന്ന് ഇറങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് കളർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ ഇതിൽ നിന്ന് ഈ ഇതളുകളൊന്ന് മാറ്റിയെടുക്കണം. ഒരു സ്പൂൺ വെച്ച് പതുക്കെ മാറ്റിയെടുത്താൽ മതി. അവിടെ ചൂടാണ് സാധനം. മാറ്റിയെടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് തന്നെ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതളുകളെല്ലാം കഴുകിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റായ നാരങ്ങ നീര് ഇതിലോട്ട് വീഴുമ്പോൾ ഇതിൻ്റെ കളർ നല്ലപോലെ ചേഞ്ച് ആവും. നാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ പോവാണ്. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. നല്ലതുപോലെ തന്നെ കാണാം. ഒരു നാരങ്ങ 2 ഗ്ലാസ് വെള്ളമായതുകൊണ്ട് ഒരു ചെറിയ നാരങ്ങ മൊത്തം പിഴിഞ്ഞ് വയ്ക്കണം. ഓക്കെ, നാരങ്ങ മൊത്തം പിഴിഞ്ഞൊഴിച്ചു. നാരങ്ങ വെച്ചു. ഇനി അടുത്ത നമുക്ക് പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചാര ആഡ് ചെയ്യുക. പഞ്ചാര ഒരു 2 കപ്പ് ടീ ആയതുകൊണ്ട് ഒരു 2.5 സ്പൂൺ പഞ്ചാര ആഡ് ചെയ്യണമായിരിക്കും നല്ലത്. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് ജസ്റ്റ് പഞ്ചാര ഒന്ന് ചൂടുവെള്ളമാണ്, പഞ്ചാര പെട്ടെന്ന് അലിയും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് വളരെ എളുപ്പം ചെയ്യാമെന്നുള്ളൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റുകളും എല്ലാം എന്നെ അറിയിക്കണം.
നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പഞ്ചാര അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി 2 ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ്സുകളിലോട്ട് സെർവ് ചെയ്യുക. ഗ്ലാസ്സിലോട്ട് വെച്ച് നമുക്ക് ഇതിന് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 തുളസി ഇലയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനൊരു ടേസ്റ്റും കൂടെ ഇറങ്ങും. വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഒരു ടേസ്റ്റും കൂടെ ഇറങ്ങും. അപ്പം നമ്മുടെ ഹിബിസ്കസ് ടീ ഇവിടെ റെഡി ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. വളരെ കുറഞ്ഞ ചെലവിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്ത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഡ്രിങ്ക്. ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണിത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബാറിന് സൈഡിലുള്ള ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം എത്തിച്ചേരും.